ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്നൊരു പിസ്സയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പിസ്സ ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കി കഴിക്കാം. ഇത് ഞാൻ പൊടിയൊന്നും ഉപയോഗിക്കാതെയാണ് അതായത് മാവ് ഉപയോഗിക്കാത്ത പിസ്സയാണിത്. ഞാൻ ബേസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പൊട്ടാറ്റോ ആണ്. ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ബേസ് പൊട്ടാറ്റോ കൊണ്ടായതുകൊണ്ട് വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള പിസ്സയാണിത്. ഇത് പ്രായമായവർക്കും കഴിക്കാൻ പറ്റും, പല്ലില്ലെങ്കിലും കഴിക്കാം. നല്ല യമ്മിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീയോ ബട്ടറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലിലോ ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ ഗാർലിക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ സവാള പൊടിയായി ചോപ്പ് ചെയ്തത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. സവാള വഴന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സോസൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നീളത്തിൽ പൊടിച്ചെടുത്തതാണ് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ക്യാപ്സിക്കമൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ പീസസും ഈ മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻ കട്ട് ചെയ്തത് ചേർക്കുക. ചെറുതായി കട്ട് ചെയ്ത സ്പ്രിംഗ് അണിയനാണ് ഞാനിപ്പോൾ ചേർത്തത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ പുഴുങ്ങിയ വെള്ളമില്ലേ, അത് ഞാൻ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല തിക്കാവുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക. ഇതിൽ വാട്ടർ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് തിക്കാണ്, അതായത് കുറച്ച് ഡ്രൈ ആകണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കോറിയാൻഡർ ലീവ്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ഇത് മാറ്റി വെച്ച് നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഇപ്പോൾ ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിസ്സ ബേസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ 2 എഗ്ഗ് വേണം. അതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം മീഡിയം ഹീറ്റിൽ ഇത് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യുക. പൊട്ടാറ്റോയൊക്കെ ഏകദേശം നന്നായി ചേർന്നിരിക്കത്തക്ക വിധം നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് ഇതുപോലെ സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അടുപ്പിച്ചൊക്കെ കൊടുക്കുക. നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് പൊത്തിയൊക്കെ വെച്ച് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. മീഡിയം ഹീറ്റിലാണ് കേട്ടോ ഈ സമയത്തൊക്കെ കുക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ലോ ഹീറ്റിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ആ 2 മുട്ട ബീറ്റ് ചെയ്ത് നമ്മൾ വെച്ചിരുന്നത് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കുക. ചുറ്റിനും കറക്റ്റായിട്ട് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലാം നടുഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ കൊണ്ട് എല്ലായിടത്തോട്ടും ഒഴിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം കവർ ചെയ്ത് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. അടിയിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് പോന്നിട്ടുണ്ട്. നമുക്കിനി ഒരു മൂടി വെച്ചിട്ട്
അത് മറിച്ചിട്ടിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ ബോട്ടം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല, കണ്ടോ? ഇത് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതില്ലെങ്കിൽ സാധാരണ ടൊമാറ്റോ സോസ് ചേർത്താലും മതിയാകും. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ സോസ് ഇട്ടതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക. എല്ലാ ഭാഗത്തോട്ടും നല്ല റൗണ്ട് ഷേപ്പിൽ സ്പൂൺ വെച്ച് ലെവൽ ചെയ്തതിന് ശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് ആകത്തക്ക വിധം ചേർത്ത് കൊടുക്കാം. മോസറല്ല ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതലോ കുറവോ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്താലും മതിയാകും. എൻ്റെ കയ്യിലിപ്പോൾ പിസ്സ സോസ് ഉണ്ടായതുകൊണ്ട് ഞാനത് തന്നെയാണ് എൻ്റെ ടോപ്പിൽ ഞാൻ ഇടുന്നത്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും തൂകി കൊടുക്കുക. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ, വളരെ ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഇത് മൂടി വെച്ചൊരു 3 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിത് തുറന്ന് ഉപയോഗിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. കാണാനും നല്ല അട്രാക്റ്റീവാണ്. കൊതി തോന്നും കണ്ടാൽ തന്നെ. നമുക്ക് ചൂടൊന്ന് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. ചൂടായിരിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കഴിക്കണം. അപ്പോൾ അവനില്ലാതെ തന്നെ നമുക്ക് പാനിൽ പിസ്സ ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഫ്രൈയിങ് പാനിലാണ് ഞാനിതിപ്പോൾ ചെയ്തത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് ചീസിൻ്റെ ആവശ്യം ഉണ്ടാവും. അതാണ് നമുക്ക് ഇതിനകത്ത് പ്രത്യേകമായിട്ട് വേണ്ടത്. ബാക്കിയെല്ലാം നമ്മുടെ കൈകളിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വളരെ ഡെലീഷ്യസും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതുമായ ഈ പിസ്സ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. നമുക്ക് വീണ്ടും ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്